ഹലോ ഗൈസ്, എല്ലാവർക്കും കോഡിംഗ് ആശാൻ്റെ പുതിയൊരു വീഡിയോയുടെ ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രോട്ടോടൈപ്പിൻ്റെ 11th വീക്കിനെ കുറിച്ചിട്ടാണ്. അതായത് പ്രൊജക്റ്റ് കംപ്ലീഷൻ വീക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 വീക്കായി. 7th വീക്ക്, 8th വീക്ക്, 9th വീക്ക്, 10th വീക്ക്. ഇതിപ്പോൾ പ്രൊജക്റ്റ് കംപ്ലീഷൻ വീക്കാണ് ഈ വീക്ക്. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീക്ക് ആ ഹോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആ വീക്കിൽ പറയാം, ആ വീക്കിൻ്റെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീക്കിൽ പ്രൊജക്റ്റ് കംപ്ലീഷൻ വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് പുതുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ പഴയ കാര്യങ്ങൾ എന്തൊക്കെ പിന്നെയും ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വൈകിപ്പിക്കാനല്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 8th വീക്ക് മുതൽ ഈ ഒരു ഇ-കൊമേഴ്സ് പ്രൊജക്റ്റിൻ്റെ കോഡിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ 8th, 9th, 10th, 11th ഈ ഒരു വീക്കുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വീക്ക് വരെയുള്ള റിവ്യൂസുകളിൽ നിങ്ങളുടെ പെൻഡിങ്ങുകൾ അതൊക്കെ നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതാണ് ഈ ഒരു വീക്കിലെ ടാസ്ക്. പെൻഡിങ്സ് ഒക്കെ ഒരൊറ്റ പെൻഡിങ്ങും നിങ്ങൾ വിട്ടുപോകരുത്. ആ പെൻഡിങ്ങുകളൊക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു വീക്കിലെ റിവ്യൂസിനോട്ട് പോകാം. പിന്നെ അങ്ങോട്ട് 11th വീക്കിലെ ടാസ്കിലോട്ട് കിടക്കുകയാണെങ്കിൽ 11th വീക്കിൽ ആകെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂസർ സൈഡിൽ ആകെ കുറച്ച് 2 കാര്യങ്ങൾ എൻ്റെ ഉള്ളൂ. പിന്നെ വേറെ കാര്യം കൂടി പറയുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വീക്കുകളിൽ എല്ലാവർക്കും ഒരുപോലത്തെ ടാസ്കുകളായിരിക്കില്ല കിട്ടുക. ചിലർക്ക് ചില ടാസ്കുകൾ മുന്നേ ലഭിക്കും, ചിലർക്ക് ചില ടാസ്കുകൾ കഴിഞ്ഞിട്ടായിരിക്കും ലഭിക്കുക, ചിലർക്ക് ചില ടാസ്കുകൾ ഉണ്ടാവില്ല. അതായത് ചിലരുള്ള ടാസ്കുകൾ ചിലർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടി. ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ടാസ്കുകളും. അപ്പോൾ 11th വീക്കിൽ യൂസർ സൈഡിൽ എന്ന് പറയുന്നത്, യൂസർ സൈഡിൽ ക്യാഷ് ഓൺ ഡെലിവറിക്ക് ലിമിറ്റ് വെച്ച് കൊടുക്കുക. സിമ്പിൾ ടാസ്ക്കാണ്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിക്ക് 1000 ആണ് ഇപ്പോൾ ഈ ഒരു ടാസ്കിൽ പറയുന്ന ലിമിറ്റ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു പ്രൈസ് യൂസ് ചെയ്തിട്ട് ആ പ്രൈസ് വരെ മാത്രമേ ക്യാഷ് ഓൺ ഡെലിവറി പോസിബിൾ ആകാൻ പാടുള്ളൂ. അതിനുശേഷം ക്യാഷ് ഓൺ ഡെലിവറി ആ പ്രൈസ് എക്സീഡ് ആയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി വെച്ച് പർച്ചേസ് ചെയ്യാൻ നോക്കിയാൽ ആ ക്യാഷ് അതിനൊരു സ്വാലോ അല്ലെങ്കിൽ ഒരു അലർട്ട് മെസ്സേജ് പാസ് ചെയ്യുക, ഈ പ്രൈസ് റേഞ്ചിൽ വരെയുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി പറ്റുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അത് സെറ്റ് ചെയ്ത് വെക്കുക. ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഒരു ലിമിറ്റ് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡെലിവറി ചാർജ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഞാൻ ഇതാ പറഞ്ഞത്, ചിലർക്ക് ഈ ഒരു ഡെലിവറി ചാർജിൻ്റെ ടാസ്ക് 10th വീക്കിലോ അല്ലെങ്കിൽ 9th വീക്കിലൊക്കെ ലഭിച്ചിട്ടുണ്ട്. ചിലർക്ക് എന്താണ് ലഭിക്കുന്നത്, ചിലർക്ക് 11th വീക്കിലാണ് ലഭിക്കുന്നത്, ചിലർക്ക് ഈ ടാസ്ക് ഇല്ല. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി ചാർജ് പല കാര്യങ്ങളിലുണ്ട്. അതായത് ഡെലിവറി ചാർജ് ഇന്ന പ്രൈസിന് മേലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഇല്ലാതാക്കാം, അല്ലെങ്കിൽ ചില പ്രൈസിന് താഴെ മാത്രമേ ഡെലിവറി ചാർജ് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുന്ന മാതിരി തന്നെ. അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡെലിവറി ചാർജ് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രീ ഡെലിവറി വെച്ച് കൊടുക്കാം. എന്തും വെച്ച് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഡെലിവറി ചാർജ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ പ്രൈസ് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഡെലിവറി ചാർജിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത്രയൊക്കെയാണ് യൂസർ സൈഡിൽ എനിക്ക് കിട്ടിയ ടാസ്ക് ഉണ്ടായിരുന്നത്. പിന്നെ നേരെ അഡ്മിൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ, പലർക്കും അഡ്മിൻ സൈഡിലെ ടാസ്കുകളും ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാലറ്റ് മാനേജ്മെൻറ്റ് ആണ് മെയിൻ ആയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ യൂസർ സൈഡിൽ വാലറ്റ് മാനേജ്മെൻറ്റ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ 10th വീക്കിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അഡ്മിൻ സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിൻ സൈഡിൽ യൂസർ നടത്തുന്ന എല്ലാവിധ ഓൺലൈൻ ട്രാൻസാക്ഷൻസുകൾ, എല്ലാവിധ വാലറ്റ് ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ റെക്കോർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിന് കാണാൻ സാധിക്കണം. അപ്പോൾ വാലറ്റിലോട്ട് മണി ആഡ് ചെയ്ത് കാണിച്ചാൽ അത് കാണാൻ സാധിക്കണം, ഏത് യൂസർ ആഡ് ചെയ്ത് അത് കാണാൻ സാധിക്കണം, വാലറ്റിൽ നിന്ന് ഡെബിറ്റ് ആയി കാണിച്ചാൽ അത് കാണാൻ സാധിക്കണം, ഏത് പ്രൊഡക്റ്റ് പർച്ചേസ് ആണ് ഡെബിറ്റ് ചെയ്ത് അത് കാണാൻ സാധിക്കണം. ഇപ്പോൾ റാസർ പേ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ സാധിക്കണം. ഇനിയിപ്പോൾ ഏത് പ്രൊഡക്റ്റാണ് പർച്ചേസ് അതിൻ്റെ ഡീറ്റെയിൽ പേജ് പോയിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ലിങ്ക് കൂടി കൊടുക്കണം. അപ്പോൾ ആ പ്രൊഡക്റ്റ് പേജിലോട്ട് അഡ്മിന് റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു ലിങ്ക് കൂടി നിങ്ങൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ്റെ ടാസ്ക്കായിട്ട് അഡ്മിൻ സൈഡിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടാസ്കിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ടാസ്കിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനതൊക്കെ എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എൻ്റെ പ്രോട്ടോടൈപ്പ് ആയില്ല, എൻ്റെ pcmonarch.shop എന്ന് പറയുന്നത് എൻ്റെ സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇവിടെയും പാസ് ചെയ്യാം, എല്ലായിടത്തും പാസ് ചെയ്യാം. ഞാൻ എങ്ങനെയൊക്കെ കൊടുത്തു എന്നുള്ളതൊക്കെ വീഡിയോ രൂപത്തിലായിട്ട് ഇവിടെ അങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ അഡ്മിൻ സൈഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ടാസ്ക്കാണ് ഡാഷ്ബോർഡ്, അഡ്മിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ടാസ്ക്. ഇത് പലർക്കും സെയിൽസ് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് തന്നെ അഡ്മിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ടാസ്ക് കഴിഞ്ഞ വീക്കിലൊക്കെ ലഭിച്ചവരുണ്ട്. അപ്പോൾ ഡാഷ്ബോർഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ അഡ്മിൻസിന് എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കണം. അതായത് എത്ര യൂസേഴ്സ് ഉണ്ട്, എത്ര പ്രൊഡക്റ്റ് നിലവിലുണ്ട്, എത്ര സെയിൽസ് നടന്നു, അതുപോലെ സെയിൽസ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ, സെയിൽസ് റിപ്പോർട്ടിൽ റീഡയറക്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ, അതുപോലെ ചാർട്ട് രൂപത്തിൽ കാണണം. അതായത് അഡ്മിൻ സെയിൽസിൻ്റെ കാര്യങ്ങൾ ചാർട്ട് രൂപത്തിൽ കാണണം. അപ്പോൾ ഞാൻ ചാർട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ വീഡിയോ രൂപത്തിൽ പാസ് ചെയ്യാം. പിന്നെ ഡെലിവേർഡ് ആയിട്ടില്ല, എത്ര ഡെലിവേർഡ് പ്രൊഡക്റ്റായി, എത്ര പ്രൊഡക്റ്റ് ക്യാൻസലായി, എത്ര പ്രൊഡക്റ്റ് റിട്ടേൺ ആയി, അതുപോലെ തന്നെ ടോപ്പ് 10 സെല്ലിംഗ് പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് അഡ്മിന് കാണാൻ സാധിക്കണം. ടോപ്പ് 10 കാറ്റഗറീസിൻ്റെ ലിസ്റ്റ് അഡ്മിന് കാണാൻ സാധിക്കണം. അതുപോലെ തന്നെ റീസെൻറ്റ് ഓർഡേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അഡ്മിൻ്റെ ഡാഷ്ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഒരു ഓവർവ്യൂ ഞാനിവിടെ വീഡിയോ രൂപത്തിൽ പാസ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് 11th വീക്കിൻ്റെ ടാസ്ക്കായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ലെഡ്ജർ ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട, അതൊക്കെ ഒരു ഓപ്ഷണൽ ടാസ്ക് ആയിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു വീക്കിലെ ടാസ്ക്കായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കൂടുതൽ ഓർമ്മിപ്പിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ കഴിഞ്ഞ വീക്കിൽ മുതലുള്ള പെൻഡിങ്സ് ഒക്കെ ഈ വീക്കിൽ ക്ലിയർ ചെയ്തിട്ട് വേണം ഈ ഒരു വീക്കിൻ്റെ റിവ്യൂലോട്ട് പോകാം. കാരണം കൂടുതൽ പെൻഡിങ്സ് ആയിരിക്കും ഈ ഒരു വീക്കിൽ മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീക്കിൽ അത്ര കുത്തോടെ ടാസ്കുകളൊന്നും ചെയ്യാൻ, ആകെ 2-3 ടാസ്ക് ചെയ്യാനുള്ള ചെറിയ ടാസ്കുകളാണ്.
അപ്പോൾ പ്രൊജക്റ്റ് കംപ്ലീഷൻ വീക്ക് എന്ന ഈ വീക്കിന് പേര് വരാൻ തന്നെ കാരണം എന്താണ്, മറ്റുള്ള വീക്കിലത്തെ പെൻഡിങ്സൊക്കെ തീർത്ത് എല്ലാ ബഗ്ഗുകളൊക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു വീക്കിൻ്റെ കംപ്ലീഷൻ ചെയ്തിട്ട് ഈ ഒരു വീക്കിൻ്റെ റിവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഹോസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നതാണ്, എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറയുന്നത് നെക്സ്റ്റ് വീക്കിൽ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 11th വീക്കിൻ്റെ ടാസ്ക്കായി ലഭിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ, നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, കമ്മ്യൂണിറ്റി വലുതാക്കുക. ഓക്കെ, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, കമ്മ്യൂണിറ്റി വലുതാക്കുക. കോൾഡിംഗ് ആഷൻ ചാറ്റ്സ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളവിടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. താങ്ക് യു.